ഹലോ എവ്രി വൺ, ഇന്ന് നമ്മളൊരു ഷോപ്പിങ്ങിന് പോവാണ്. ഷോപ്പിംഗ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ചെറിയൊരു ഡ്രസ്സ് പർച്ചേസ്. പോകാൻ വേണ്ടിയിട്ട് ഇടാനുള്ള ഡ്രസ്സിൻ്റെ സെലക്ഷനാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. കുറേ നേരം നോക്കി നിന്നതിന് ശേഷമാണ് കേട്ടോ ഒരു ഡ്രസ്സ് സെലക്ട് ചെയ്തത്. പിന്നെ അതിട്ട് നോക്കിയപ്പോൾ അതും എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. അപ്പോൾ ഞാൻ അടുത്തത് സെലക്ട് ചെയ്യാമെന്ന് വെച്ചു. അങ്ങനെ ഫൈനലി ഒന്ന് സെലക്ട് ചെയ്തിട്ടുണ്ട്. ഈ ഡ്രസ്സിന് എന്തോ വരാൻ വലിയ ഇഷ്ടമില്ല തോന്നുന്നുണ്ട്. കുറേ വലിച്ചിട്ടും വന്നില്ല. അവസാനം എങ്ങനെയൊക്കെയോ അത് പുറത്തേക്ക് എടുത്തു. അപ്പോൾ ദേ ഇതാണ് ഡ്രസ്സ്. ഇതൊരു പലാസോ പോലത്തെ പാൻറ്റും ഒരു ടോപ്പുമാണ് കേട്ടോ. ഇനി വേഗം റെഡി ആവണം, നമുക്കധികം സമയമില്ല. ഈ ക്ലിപ്പ് ഓർമ്മയുണ്ടോ? ഇതാണ് കേട്ടോ ഞാൻ ഇന്ന് ഹെയറിൽ സ്റ്റൈൽ ചെയ്യുന്നത്. ആൻഡ് ഡ്രസ്സൊക്കെ ഇട്ടതിന് ശേഷം ഈ ഒരു ലിപ്സ്റ്റിക്കും കൂടെ ഇട്ട് കൊടുക്കുകയാണ്. പിന്നെ ഈ വാച്ച് ആക്സസറി ആയിട്ട് ഞാൻ യൂസ് ചെയ്യുന്നുണ്ട് കേട്ടോ. എന്തായാലും ഒരു വഴിക്ക് ഇറങ്ങല്ലേ, ഇവളോട് യാത്ര പറയാതെ എങ്ങനെ ഇറങ്ങുക? എല്ലാവരും പോകുന്നതിൻ്റെ സങ്കടമാണ് കേട്ടോ അവൾക്ക്. സമയം നട്ടുച്ച 1 മണിയാണ്. പക്ഷേ ഇങ്ങനെ പാടത്തൊക്കെ നല്ല മഞ്ഞൊക്കെ നിൽക്കുന്നുണ്ടായിരുന്നു കേട്ടോ. വയസ്സ് എത്രയെന്ന് പറഞ്ഞിട്ടും കാര്യമൊന്നുമില്ല. ഇപ്പോഴും വഴിയിൽ ട്രെയിനൊക്കെ കണ്ടു കഴിഞ്ഞാൽ അത് നോക്കിയിട്ട് ഇങ്ങനെ ഇരിക്കും. അതൊരു പ്രത്യേക രസമാണ്. എന്തായാലും ഞങ്ങൾ തൃശ്ശൂർ എത്തി. ഇപ്പം സമയം ഏകദേശം 1:30-2 മണി ആയിട്ടുണ്ട്. അപ്പം ഇനി കഴിച്ചിട്ട് നമുക്ക് കലാപരിപാടിയിലേക്ക് കിടക്കാമെന്ന് വിചാരിച്ചു. എന്തെങ്കിലും കുറേ തിരഞ്ഞ് നടക്കാനുള്ളതാണല്ലോ, അപ്പോൾ ടയേർഡാവും സ്വാഭാവികമായിട്ടും. ഞങ്ങൾ 3 പേരുണ്ടായിരുന്നു. ഞാൻ മസാല ദോശയാണ് ഓർഡർ ചെയ്തത്. പിന്നെ പൊറോട്ടയും ബിരിയാണിയും ഉണ്ടായിരുന്നു. ഇനി തൈരുവടയും കൂടെ ഉണ്ടായിരുന്നു. ഹോട്ടലിൻ്റെ പുറത്ത് പാർക്കിങ്ങിൻ്റെ അവിടെയായിട്ട് ഇങ്ങനൊരു ഷോപ്പ് കണ്ടു. പുറത്തുനിന്ന് കാണാൻ നല്ല രസമുണ്ടായിരുന്നു കേട്ടോ, അതിൻ്റെ ലൈറ്റിങ്ങൊക്കെ. അങ്ങനെ കാലങ്ങൾക്ക് ശേഷം റൗണ്ടിലേക്ക് എത്തിയിരിക്കുകയാണ് ഞാൻ. എങ്ങോട്ടുമല്ല, ഈ ഫാഷൻ ഫാക്ടറിയിലേക്കാണ് ഞങ്ങൾ പർച്ചേസിന് ഇറങ്ങിയിട്ടുള്ളത്. അപ്പോൾ ഇവിടെ ഓഫർ ഉണ്ടെന്ന് കേട്ടു. അപ്പോൾ എന്താ ഓഫർ എന്നൊന്ന് എക്സ്പ്ലോർ ചെയ്യാമെന്ന് വിചാരിച്ചു. 5,000 MRPക്ക് നമ്മൾ വാങ്ങിച്ചു കഴിഞ്ഞാൽ 2,000 rupees കൊടുത്താൽ മതി എന്നാണ് അവരുടെ ഓഫർ. അങ്ങനെ കലാപരിപാടികളൊക്കെ സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ്. ആദ്യം മെൻസ് സെക്ഷനിലൂടെയാണ് പോയത്. ഈ ഒരു പച്ച സ്യൂട്ട് കേസ് ഞാൻ എന്തെങ്കിലും ഫ്ലൈറ്റിൽ പോകുമ്പോൾ വാങ്ങിക്കും. അങ്ങനെ അത്യാവശ്യം എനിക്ക് ഇഷ്ടപ്പെട്ട റേഞ്ചിലുള്ള കുറച്ച് ഡ്രസ്സസ് ഞാൻ സെലക്ട് ചെയ്തിട്ട് എൻ്റെ ബാഗിലിടുകയാണ്. പിന്നെ ഒക്കെ ട്രയൽ ചെയ്ത് നോക്കിയിട്ടേ എടുക്കുകയുള്ളൂ. എന്തെങ്കിലും ഡാമേജൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് അപ്പം മനസ്സിലാവുമല്ലോ. ഫസ്റ്റ് ഈ ടോപ്പാണ്. ഇത് എനിക്ക് ഇഷ്ടപ്പെട്ടു. പക്ഷേ ബില്ലിങ്ങിൻ്റെ സമയത്ത് അവരത് എടുത്തിട്ടില്ല. ഈ ടീഷർട്ട് എന്തോ എനിക്ക് സെറ്റായില്ല, അതൊന്നും ഞാൻ എടുത്തില്ല. ഈ ഒരു ടോപ്പ് എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു കേട്ടോ. ഞാനത് എടുത്തായിരുന്നു. എനിക്കിങ്ങനെ ലൂസുള്ള ടോപ്പൊക്കെ നല്ല ഇഷ്ടമാണ്. ഇത് ജീൻസിൻ്റെ കൂടെയും അതുപോലെ നമ്മൾ ഈ ഫോർമൽ പാൻസിൻ്റെ കൂടെയൊക്കെ അത്യാവശ്യം പോകുന്നൊരു ടോപ്പ് ആയതുകൊണ്ട് ഞാനത് എടുത്തു കേട്ടോ. ഇതെന്തോ എനിക്ക് ചേരാത്ത പോലെ തോന്നി. ഞാൻ എടുത്തില്ല. ഈ ഡ്രസ്സിൻ്റെ ബട്ടൺസ് കുറച്ച് മിസ്സായ കാരണം ഞാനത് ചൂസ് ചെയ്തില്ല. ഈ ടീഷർട്ടിൻ്റെ കളർ എനിക്ക് ഇഷ്ടപ്പെട്ടു. ഞാനത് എടുത്തു കേട്ടോ. ഈ ഒരു കുർത്ത എനിക്ക് ഇഷ്ടപ്പെട്ടു. അത്യാവശ്യം ഒരു ഫോർമൽ ലുക്കൊക്കെ ഉണ്ട്. ഞാനത് എടുത്തു കേട്ടോ. ഇത് പിന്നെ എന്നെക്കാളും വലിയ സൈസായ കാരണം ഞാൻ എടുത്തില്ല. ഇതെന്തോ എനിക്ക് എടുക്കാൻ തോന്നിയില്ല. ഞാൻ എടുത്തില്ല. അങ്ങനെ ഷോർട്ട് ലിസ്റ്റ് ചെയ്ത ഡ്രസ്സുകളാണ് കേട്ടോ ഇത്. പിന്നെ അവിടുത്തെ ഈ ജ്വല്ലറി സെഷനും കൂടെ ഒന്ന് എക്സ്പ്ലോർ ചെയ്തു. പക്ഷെ ഞാൻ അവിടെ നിന്നൊന്നും വാങ്ങിച്ചൊന്നുമില്ല കേട്ടോ. ഈ ബോട്ടിൽ നല്ല ക്യൂട്ടായിട്ടില്ലേ. അങ്ങനെ പർച്ചേസ് ചെയ്തിട്ട് കുറച്ച് ഫ്രീ ഗിഫ്റ്റ്സൊക്കെ നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ എല്ലാം കൊണ്ട് ഞങ്ങൾ തിരിച്ച് പോവുകയാണ്. കുറേ ഷോപ്പ് ചെയ്ത് ക്ഷീണിച്ചു. ഇനി ഒരു ചായയൊക്കെ ആവാം. അങ്ങനെ ഞങ്ങൾ കട്ടൻ സിൽക്ക് കയറുകയാണ്. പിന്നെ ഞങ്ങൾ ഓർഡർ ചെയ്തത് കട്ട്ലേറ്റും അതുപോലെ കൽബ് നിറച്ചതെന്ന് പറഞ്ഞൊരു ഐറ്റം കൂടിയായിരുന്നു കേട്ടോ. ഈ പൊറോട്ടയും ബീഫും പഴംപൊരിയും കൂടെ ചേർന്നിട്ടുള്ളൊരു ഐറ്റം, അത് നല്ല രസമുണ്ടായിരുന്നു. പിന്നെ കുറച്ച് നേരം അവിടുത്തെ വൈബൊക്കെ ആസ്വദിച്ച് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്ത് ഞങ്ങൾ തിരിച്ചു പോവാണ്. തിരിച്ചു പോകുന്ന വഴി മൊത്തം ക്രിസ്മസ് വൈബാണ് കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ്.